പിന്നെ മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് സ്കൂൾ ബസ്സിന് നേരെ പാഞ്ഞെടുത്ത് പടയപ്പ. അപ്പം നമ്മൾ കുറേ നാളായിട്ട് ഈ ഒരിടയ്ക്ക് മൊത്തം ഈ ആനയുടെ പ്രശ്നങ്ങളായിരുന്നു കൂടുതലും. കാരണം ആന, അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, അങ്ങനെ കുറേ പടയപ്പ. ഇപ്പോൾ പടയപ്പ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പം സ്കൂൾ ബസ്സിന് നേരെ പാഞ്ഞെടുത്ത് പടയപ്പ. കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാടിരിക്കും. അപ്പോൾ ബസ്സിലുണ്ടായിരുന്നത് 40 കുട്ടികളാണ്. ആനയുടെ മുമ്പിൽപ്പെട്ട ബൈക്ക് യാത്രികർക്ക് വീണ് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ ബസ് പടയപ്പ കാട്ടാനയുടെ മുമ്പിൽപ്പെട്ടു. അതായത് കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാടിരിക്കെ. മാട്ടുപ്പെട്ടി കൊരണ്ടിക്കാടുള്ള സ്വകാര്യ സ്കൂളിലെ ബസ്സാണ് കാട്ടാനയുടെ മുമ്പിൽപ്പെട്ടത്. ബുധനാഴ്ച വൈകിട്ട് 4:30 സംഭവം. കുട്ടികളെ ഇറക്കുന്നതിനാൽ മാട്ടുപ്പെട്ടിയിൽ നിന്ന് സൈലന്റ് വാലിയിലേക്ക് പോകുന്ന വഴി നെടിമേടിനും കുറ്റിയാർ വാലിക്കും ഇടയിൽ വെച്ചാണ് ബസ് ആനയുടെ മുമ്പിൽപ്പെട്ടത്. 40 കുട്ടികളാണ് ബസ്സിനകത്തുണ്ടായിരുന്നത്. നേരത്തെ ബസ്സിന് മുമ്പിൽ പോയ ബൈക്ക് യാത്രികർ പടയപ്പയുടെ മുമ്പിൽപ്പെട്ടിരുന്നു. ആനയെ കണ്ട് ഭയന്ന് ബൈക്കിൽ നിന്ന് വീണ ഇവർക്ക് നിസ്സാരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അപ്പം ആദ്യം ബൈക്കുകാരൻ വന്ന് പെട്ടിട്ടാണ് അപ്പം അവർക്ക് നിസ്സാരമായിട്ടുള്ള പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ സ്കൂൾ ബസ് ഇവരും കുട്ടികളെ ഇറക്കുന്നതിന് 40 കുട്ടികളാണ്. അപ്പം ആലോചിക്കേണ്ടതാണ്. ആനയ്ക്കൊക്കെ ആണെങ്കിലും അവർക്ക് പുറത്തിറങ്ങണം എന്നൊരിതുണ്ട്. ഇപ്പൊ തന്നെ ആനയുടെ പ്രശ്നം വലിയൊരു ചർച്ചയായേക്കുവാ. ഇപ്പൊ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് പത്രങ്ങളിലെല്ലാം നിറയുന്നുണ്ട്. ആനയ്ക്ക് അവരുടേതായൊരു സ്വാതന്ത്ര്യം കൊടുക്കണം. അവർക്കൊരു 3 മീറ്റർ അകലത്തിലെ ഇപ്പൊ എഴുന്നള്ളത്തിനൊക്കെയാണ് നിർത്താൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ ഇപ്പോഴത്തെ പടയപ്പയുടെ കാര്യം വീണ്ടും തിരിച്ച് കുട്ടികളുടെ മുമ്പിൽ, അതായത് സ്കൂൾ ബസ്സിന് മുമ്പിലാണ് പടയപ്പ വീണ്ടും വന്നേക്കുന്നത്. അതിന് മുമ്പൊരു ബൈക്ക് യാത്രക്കാരൻ ഇതിന് പടയപ്പയുടെ മുമ്പിൽ പെട്ടെങ്കിലും നിസ്സാര പരിക്കുകളോടുകൂടി അവർ രക്ഷപ്പെട്ടു. അപ്പം തൊട്ട് പിന്നാലെയാണ് സ്കൂൾ ബസ് എത്തിയത്. ബസ് എത്തിയതോടെ ബൈക്ക് യാത്രൻ ബൈക്ക് ഉപേക്ഷിച്ച് ബസ്സിന് പിന്നിലേക്ക് ഓടി മാറി രക്ഷപ്പെട്ടു. അപ്പോൾ ബസ് വന്നതുകൊണ്ട് ബൈക്ക് യാത്രയും രക്ഷപ്പെട്ടു. എന്നാൽ പടയപ്പ തുമ്പിക്കൈ ഉയർത്തി ബസ്സിന് നേരെ പാഞ്ഞു ചെന്നു. ഇതോടെ കുട്ടികൾ ഭയന്ന് നിലവിളിച്ചു. അതപ്പോൾ നമ്മൾ എന്താണേലും നമുക്ക് പേടിയാകും. കാരണം അതെ. പിന്നെ എന്നാൽ ഡ്രൈവർ സമയോചിതമായി ബസ് പിന്നോട്ട് എടുത്തതിനാൽ അപകടമുണ്ടായില്ല. പിന്നീട് പടയപ്പ സ്വയം കാട്ടിലേക്ക് മടങ്ങിയതിനു ശേഷമാണ് ബസ് കടന്നുപോയത്. അപ്പം പടയപ്പ തുമ്പിക്കൈ ഇങ്ങനെ ഉയർത്തിയപ്പോൾ തന്നെ ഡ്രൈവർ പുറകോട്ട് ബസ് എടുത്തു. എന്നിട്ട് പടയപ്പ പിന്നീട് കാട്ടിലേക്ക് പോയതിനു ശേഷമാണ് ഡ്രൈവർ പതറിയിരുന്നെങ്കിൽ 40 കുട്ടികളും ഡ്രൈവറും അതൊക്കെ ഒരു നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തെ ഒരു ദുരന്തം തന്നെയാണ്. കറക്റ്റ് സമയത്ത് പുറകോട്ട് എടുത്തു ബസ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പടയപ്പ മറയൂർ മേഖലയിൽ നിന്ന് മൂന്നാറിലെത്തിയത്. ആനപ്രദേശത്ത് കൃഷി നശിപ്പിക്കുന്ന വാഹനങ്ങൾ തകർക്കുന്നത് പ്രദേശത്ത് കൃഷിയൊക്കെ നശിപ്പിക്കുന്നത് ഒരു പതിവായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പടയപ്പ ഉൾപ്പെടെയുള്ള പ്രശ്നക്കാരായ കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്തണമെന്ന് നാട്ടുകാർ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ അരിക്കൊമ്പൻ്റെ ഒക്കെ കേസ് നമ്മൾ ഭയങ്കര വിവാദമായിരുന്നു. കുറേ ആൾക്കാർ പറഞ്ഞതിന് ശേഷമാണ് അരിക്കൊമ്പനൊക്കെ വിട്ടത്. അപ്പം അതിനുശേഷം ഇപ്പം വീണ്ടും ആനയുടെ പ്രശ്നം വരികയാണ്. അപ്പം അതിനൊരു സർക്കാർ എന്താണേലും ഒരു നടപടി എടുക്കണമെന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് പേരുടെ ജീവൻ വെച്ചുള്ളതാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന വഴികളിൽ ഇപ്പം വനപ്രദേശങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പം യാത്രയിൽ ഇറങ്ങാൻ പോലും ആളുകൾക്ക് പേടിയായിരുന്നു. പല സ്ഥലങ്ങളിലും ഒരു ഇത്ര മണിക്ക് ശേഷം യാത്ര അനുവദിക്കുന്നില്ല. എന്നാൽ കൂടി നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ പകൽ സമയത്താണെങ്കിലും ഇപ്പൊ കുട്ടികൾ പഠിക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിലൊക്കെ ഇതുപോലെ ആനയൊക്കെ പുറത്തു വരുമ്പോൾ അത് അവർക്ക് എത്രത്തോളം ഇപ്പോൾ ഡ്രൈവർ ആ ഒരു സമയത്ത് അതിൻ്റെതായ ഒരു ധൈര്യം കാണിച്ചിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ അവർ പതറിപ്പോയേനെ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ. ഡ്രൈവർ കറക്റ്റ് സമയത്ത് അങ്ങനെ ബസ് പിന്നിലോട്ട് എടുത്തുകൊണ്ടാണ് കുട്ടികൾ 40 കുട്ടികളും ഡ്രൈവറും ആണെന്ന് ഓർക്കണം. അപ്പം അത്രയും പേര്. അപ്പം ആനയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ തന്നെ പിള്ളേരാണെങ്കിലും പേടിച്ചു. നമ്മൾ എല്ലാവർക്കും പേടി വരും ആനയൊക്കെ ഞാൻ കാണുമ്പോൾ തന്നെ. അപ്പം അതിന് നല്ലൊരു തീരുമാനം, നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ്. അപ്പം കാട്ടാന പടയപ്പ ഉൾപ്പെടെ കുറേ ആനകൾ ഇങ്ങനെ പ്രശ്നക്കാരായിട്ടുണ്ട്. അപ്പോൾ അവരെ ഉൾക്കാട്ടിലേക്ക് തുരത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിനുള്ള നടപടി എത്രയും പെട്ടെന്ന് സർക്കാർ എടുക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.